അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വർഗാവകാശി കടന്നു വരും. അപ്പോൾ ഒരു അൻസ്വാരി സ്വഹാബിയാണ് വന്നത്. 3 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ കാര്യം പറഞ്ഞു. ഓരോ ദിവസവും അതേ വ്യക്തി തന്നെയാണ് വന്നത്. ഇത് കണ്ടപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയുടെ വീട്ടിൽ താമസിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ആരാധനകൾ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു അതിഥിയായി പോയി അവിടെ താമസിച്ചു. പക്ഷേ വലിയ പ്രത്യേകമായ ഇബാദത്തുകളൊന്നും കണ്ടില്ല. അവസാനം അദ്ദേഹത്തോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൽ ഒരു മുസ്ലിമിനോടും പകയോ അസൂയയോ ഞാൻ സൂക്ഷിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും നൽകിയ അനുഗ്രഹത്തിൽ ഞാൻ അസൂയപ്പെടാറുമില്ല. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഇതാണ് നിങ്ങളെ ആ പദവിയിലെത്തിച്ചത്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ മഹത്വം അവൻ്റെ ആരാധനകളുടെ എണ്ണം കൊണ്ട് മാത്രം അളക്കപ്പെടുന്നതല്ല, പകരം അവൻ്റെ ഹൃദയം എത്രത്തോളം കളങ്കരഹിതമാണ് എന്നതാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ മാനദണ്ഡം. മറ്റുള്ളവരോട് ദേഷ്യമോ പകയോ അസൂയയോ വിദ്വേഷമോ പ്രതികാര മനോഭാവമോ ഇല്ലാത്ത ഹൃദയമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സ്വത്തും സന്താനങ്ങളും യാതൊരു പ്രയോജനവും ചെയ്യാത്ത ദിവസമാണ് അത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ശുദ്ധ ഹൃദയവുമായി വരുന്നവർക്ക് മാത്രമേ അന്ന് രക്ഷയുള്ളൂ. സൂറത്തു ശുആറാ 88-89 ആയത്തുകളാണിത്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, ഖിയാമത്ത് നാളിൽ നമ്മെ രക്ഷിക്കുന്നത് സമ്പത്തോ സ്ഥാനമോ അല്ല, ശുദ്ധമായ ഹൃദയം മാത്രമാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. അവരുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ പകയും നാം നീക്കിക്കളയും. അവർ പരസ്പര സഹോദരങ്ങളായി സിംഹാസനങ്ങളിൽ മുഖാമുഖം ഇരിക്കും. സൂറത്തുൽ ഹിജ്ർ 47-ാമത്തെ ആയത്താണിത്. അഥവാ സ്വർഗത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം അവിടെ ഒരു ഹൃദയത്തിലും പകയോ വെറുപ്പോ ഉണ്ടാകില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തഹാസദു വലാ തബാഗളു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത്, വിദ്വേഷം വെക്കരുത്, പരസ്പരം അകന്നു നിൽക്കരുത്. അള്ളാഹുവിൻ്റെ സഹോദരന്മാരായിട്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സഹോദരന്മാരായിട്ട് നിങ്ങൾ ജീവിക്കുക. ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. പ്രിയമുള്ളവരെ, നാം നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. പക്ഷേ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയും ദേഷ്യവും പ്രതികാരമോ സൂക്ഷിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും നാം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കാനാകാത്ത പകയുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി അത് നാം വിട്ടുകളയാൻ ശ്രമിക്കുക. കാരണം ശുദ്ധ ഹൃദയം അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൽഗുണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖൽബുൻ സലീം ഉള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.